الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനും റഹീമുമായ നമ്മളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മഹാ ദൗത്യത്തിന് തെരഞ്ഞെടുത്തു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകാൻ സഹാബത്തിനെ തെരഞ്ഞെടുത്തു. ആ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ സന്ദേശത്തെ മാനവ സമുദായത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ധനവും അവരുടെ ജീവനും അവരുടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെലവഴിച്ചു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് വളരെ പിൽക്കാലക്കാരായ നമ്മുടെ ബോധ്യം എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പൂർണ്ണമായ ഒരു വിയോജിപ്പുമില്ലാത്ത ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം മനുഷ്യ സൃഷ്ടികളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ അമ്പിയാക്കന്മാരായ ആളുകളെ മാറ്റി നിർത്തിയാൽ അഫ്ദലുൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൃഷ്ടി സഹാബികളാണ്. അതിൽ നിന്ന് ഒഴിവ് അമ്പിയാക്കന്മാരായ ആളുകൾ മാത്രമാണ്. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികൾ, ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ ഏകകണ്ഠമായി പറഞ്ഞ ഒരു സമൂഹമാണ് സഹാബത്ത്. അതുകൊണ്ട് തന്നെ ആ സഹാബികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപത്രം കൊടുക്കുകയാണ്. വളരെ നേരത്തെ ഈ ദീനിൽ കടന്നു വരികയും എന്നിട്ട് ആ ദീനിന് വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ആളുകൾ, അതിനുശേഷം പിൽക്കാലക്കാരായ വിശ്വാസികളായ ആളുകൾ ആ മുമ്പ് വന്ന സമൂഹത്തിൻ്റെ മാതൃകയും കാൽപാദങ്ങളും പിന്തുടർന്നുകൊണ്ട് അതേ അർത്ഥത്തിൽ അവരും മതത്തിന് വേണ്ടി സേവനം ചെയ്തു.
സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻഗാമികളായ, മുമ്പ് കഴിഞ്ഞു പോയ, നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളും അൻസാരികളും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ നന്മയിൽ അവർ നടന്ന പാതയിലൂടെ അവരെ പിൻപറ്റിയിട്ടുള്ള ആളുകളും, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹു അവരെ സംബന്ധിച്ച് സംതൃപ്തനാണ്, അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും സംതൃപ്തരാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ, തോട്ടങ്ങൾ, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹ, അതിൽ കടന്നവർ പിന്നെ അതിൽ ശാശ്വതവാസികളാണ്, പുറത്തു വരേണ്ടതില്ല. ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പം ഇങ്ങനെയുള്ള ഏറ്റവും ആദ്യം ദീനിൽ കടക്കുകയും എന്നിട്ട് ആ ദീനിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തൊരു വിഭാഗംവരാണ് സഹാബാക്കൾ. അവരുടെ പദവി മറ്റെല്ലാരേക്കാളും മുന്നിലാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ അധിക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. പല ആളുകളെയും നമുക്ക് കാണാം, ചില പ്രത്യേക സഹാബികളെ എടുത്ത് ഏതോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ദീനിൻ്റെ പാലപാഠങ്ങളെപ്പോലും വലിയ പരിജ്ഞാനമില്ലാത്ത ആളുകൾ ആ മഹാരഥന്മാരായ ത്യാഗപരിശ്രമശാലികളായ ആ സഹാബത്തിലെ ചില വ്യക്തികളെ കുറിച്ചൊക്കെ അധിക്ഷേപം പറയുന്നതും പുസ്തകമെഴുതുന്നതും ലേഖനമെഴുതുന്നതും ചിലപ്പോൾ പൊതുസമൂഹത്തോട് അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതും അവർ വിഡ്ഢികളും ജാഹിലുകളുമാണ്. കാരണം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ അനുയായികൾ, എൻ്റെ അനുചരന്മാരായ സഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. ഫലൗ അന്ന അഹദുക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്തു എന്നിരിക്കുക, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, എൻ്റെ കൂടെ ജീവിച്ച ആ ആളുകൾ ഒരു മുദ്ദ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി, ആഫ് മുദ്ദ് ചെലവഴിച്ചതിൻ്റെ അടുക്കൽ പോലും ഉഹദ് മലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും എത്തുകയില്ല. അവരുടെ കർമ്മഫലങ്ങൾ അത്ര ഖനമുള്ളതാണ്, അവരുടെ കർമ്മഫലങ്ങൾ അത്രമാത്രം വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്താലും അവരുടെ ദർജയിലേക്ക് എത്തുകയില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ തആല ഇത്തല അലാ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ പരതി അവരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു. ഫഖ്താറ മുഹമ്മദൻ, അങ്ങനെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഏറ്റവും വിശുദ്ധനും സൽസ്വഭാവിയും പരിപൂർണമായ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വത്തിന് തെരഞ്ഞെടുത്തു. ഫബഅസഹു ബിരിസാലത്തിഹി, തൻ്റെ ആ റിസാലത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു, അങ്ങനെ പറഞ്ഞയച്ചു. വന്തഖബഹു ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അപാരമായ ജ്ഞാനം അത് പകർന്നു കൊടുക്കാൻ അവകാശപ്പെട്ടവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. അതിനുശേഷം പ്രവാചകന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സുമ്മ നളറ ഫീ ഖുലൂബിൻ നാസി ബഅദഹു, അതിനുശേഷമുള്ള മനുഷ്യന്മാരിൽ ഹൃദയങ്ങളൊക്കെ അള്ളാഹു പരിശോധിച്ചു. ഫഖ്താറ ലഹു അസ്ഹാബൻ, എന്നിട്ട് ആ ആൾക്കൂട്ടത്തിൽ കൊള്ളരുതായ്മകളും മോശപ്പെട്ട സ്വഭാവങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ജീവിത രീതികളും അങ്ങേയറ്റം മോശപ്പെട്ട ആ സമൂഹത്തിൽ നിന്ന് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. അവരാണ്
ആ പ്രവാചകന്റെ സഹാബാക്കൾ. ഫജഅലഹും അൻസാറ ദീനിഹി, ആ തെരഞ്ഞെടുക്കപ്പെട്ട സഹാബാക്കളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി അള്ളാഹു നിശ്ചയിച്ചു. വുസറാ നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുസറാ, മന്ത്രിമാർ, സപ്പോർട്ടർമാർ, അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളായി നിശ്ചയിച്ചു. അപ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സംഘം ആളുകളാണ് സഹാബാക്കൾ എന്നാണ് പ്രഗത്ഭ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ ഉമർ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നത് താഅത്തും ഈമാൻ, അത് ഇബാദത്തുമാണ്, ഈമാനുമാണ്. നമ്മൾ സഹാബാക്കളെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതും അവരുടെ നല്ല ചര്യകളെ അനുസ്മരിക്കുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും അവരുടെ മാതൃക പിൻപറ്റുന്നതും എല്ലാം ഇബാദത്തും ഈമാനുമാണ്. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു അബർറ ഹാദിഹിൽ ഉമ്മ ഖുലൂബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഏറ്റവും വിശുദ്ധ ഹൃദയന്മാരായ ആളുകളാണ്, ഏറ്റവും സൽക്കർമ്മകാരികളായ ആളുകളാണ്. വഅമഖ്ഹ ഇൽമൻ, അഗാധമായ അറിവുള്ള ആളുകളാണ്. വഅഖല്ലഹ തകല്ലുഫൻ, ലോകമാന്യത വളരെ കുറഞ്ഞ ആളുകളാണ്. വഖൗമൻ ഇഖ്താറഹുമുല്ലാഹു അസ്സ വജല്ല ലിസുഹ്ബത്തി നബിയിഹി, പ്രവാചകനോടൊപ്പം ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്. വഇഖാമത്തി ദീനിഹി, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന്, അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിൽ നടപ്പാക്കാൻ അതിൻ്റെ കൈകാര്യകർത്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഫതശബ്ബഹു ബിഅഖ്ലാഖിഹിം, നിങ്ങൾ അവരുടെ സ്വഭാവത്തെ പിൻപറ്റുക. വതറായികഹും, അവരുടെ മാർഗങ്ങളെ നിങ്ങൾ അനുകരിക്കുക. ഫഇന്നഹും വറബ്ബിൽ കഅബ, അള്ളാഹു കഅബയുടെ നാഥൻ ആരാണോ അവരെ കൊണ്ട് സത്യം, അലൽ ഹദിയിൽ മുസ്തഖീം, ഏറ്റവും ശരിയായ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് സഹാബാക്കൾ. അതുകൊണ്ട് അവരുടെ മാർഗത്തെ പിൻപറ്റുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഈമാനു ഫീ ഖുലൂബിഹിം അഅ്ളമു മിനൽ ജിബാൽ, ആ സഹാബത്തിന്റെ ഹൃദയങ്ങളിലുള്ള വിശ്വാസം വൻ മലകളേക്കാൾ വലുതാണ്. അതിൻ്റെ കനവും അതിൻ്റെ ആകാരവും അതിൻ്റെ വലിപ്പവും എല്ലാം നിങ്ങളുടെ സങ്കല്പത്തിലുണ്ടല്ലോ ഒരു മല, ആ മലയേക്കാൾ വലിപ്പവും കനവും ഉള്ളതാണ് സഹാബാക്കളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ തൗഹീദ് അത് ഏത് സന്ദർഭങ്ങളിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിരുന്നു അവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോൾ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സഹാബാക്കൾക്കിടയിൽ നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. പ്രവാചകന്റെ മരണത്തിൽ പോലും വിശ്വസിക്കാനാവാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സഹാബാക്കളോട് അബൂബക്കർ പറഞ്ഞു, ആരാണ് മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധ്യൻ അഥവാ ആ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു, മരണം സുനിശ്ചിതമാണ്. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹു മയ്യിത്തുൻ, താങ്കൾ മരിക്കും, അവരെല്ലാവരും മരിക്കും, അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ പ്രവാചകൻ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നു, അതിന് മരിക്കുന്ന ഒരാളെ ഇബാദത്ത് ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. വമൻ കാന യഅ്ബുദുല്ലാഹ, ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, ഫഇന്നഹു ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്ത്, മരണമില്ലാത്തവനാണ്. ഇത് ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹു ഏകനാണെന്നും അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുമുള്ള ആ തൗഹീദിൻ്റെ സന്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് ആ സഹാബാക്കൾക്ക് ഈ സന്ദേശവാഹകനായ പ്രവാചകനോട് ഉള്ള സ്നേഹത്തിൻ്റെ ആ ആഴം, അതിൻ്റെ ശക്തി, അതിൻ്റെ കാഠിന്യം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് സൈനുൽ ബിൻ ദസിന്നയുടെ ഉദാഹരണം. അബൂ സുഫിയാൻ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു അക്കാലത്ത്. പിന്നീട് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുകയും അഹ്സന ഇസ്ലാമഹു, ഏറ്റവും നല്ല രൂപത്തിൽ ഒരു മുസ്ലിമായി അദ്ദേഹം മാറുകയും ചെയ്തു. അത് ചരിത്രമാണ്. പക്ഷേ ഇസ്ലാം ആകുന്നതിന് മുമ്പ് ഈ സെയ്ദ് ബിൻ ദസിന്നയെ പ്രവാചകനെ പിൻപറ്റി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തടവിൽ പിടിച്ചിരുന്നു.
തടവിൽ പിടിച്ച് തടവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി കൊല്ലാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ആ സെയ്ദ് ബിൻ നസിനയോട് ചോദിച്ചു, അല്ല അതുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദനൽ ആന ഫീ മകാനിക് നദ്രിബു ഉനുഖഹു വഅന്നക ഫീ അഹ്ലിക. നിന്റെ ആ മുഹമ്മദ് ഉണ്ടല്ലോ, അഥവാ നീ അവകാശപ്പെടുന്ന ആ പ്രവാചകൻ, അയാൾ നിന്റെ സ്ഥാനത്ത് കൊല്ലാൻ ഞങ്ങൾ കൊണ്ടുപോവുകയും അയാളുടെ പെരടി വെട്ടുകയും നീ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ? നീ നിന്റെ കുടുംബത്തോടൊപ്പം ചേരുന്നതും ഇഷ്ടമാണോ എന്ന് സെയ്ദിനോട് ചോദിച്ചപ്പോൾ ഖാല സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകതൻ തുദീഹി. ഇപ്പോൾ എവിടെയാണോ മുഹമ്മദ് ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. വഇന്നി ജാലിസുൻ ഫീ അഹ്ലി, ഞാൻ എൻ്റെ വീട്ടിലിരിക്കെ പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സെയ്ദ് പ്രഖ്യാപിച്ചപ്പോൾ ഫഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ. മുഹമ്മദ, ഈ മുഹമ്മദിനെ, മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകത്ത് ഒരു അനുയായികളും അവരുടെ നേതാവിനെ ഇത്രമാത്രം അഗാധമായി സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അത്രമാത്രം ഉറപ്പുള്ള സ്നേഹമാണത്. സുമഹുദ്ദീൻ സെയ്ദ് ബിൻ നസീന, പിന്നെ സെയ്ദ് ബിൻ നസീനയെ സ്വാഭാവികമായും അവർ അവരുടെ ശത്രുവായി കണ്ട് മുശ്രിക്കുകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഈ സഹാബത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഗ്സു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലനാ തആമുൻ നഅകുലുഹു ഇല്ലാ വറഖുൽ ഹുബ്ലതി വഹദസ് സമർ. ഞങ്ങൾ പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യുകയാണ്. ആയുധമെടുത്തുകൊണ്ട് ശാരീരിക അധ്വാനം വളരെ കൂടുതൽ ആവശ്യമുള്ള ഒന്നാണല്ലോ യുദ്ധം. എല്ലാ മെയ്വഴക്കത്തോടും കൂടി യുദ്ധക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തിന്നാൻ കുറ്റിച്ചെടികളുടെ ഇലകളാണുള്ളത്. അതല്ലാതെ വേറെ ഒരു സാധനവും ഭക്ഷണമായി തിന്നാൻ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ ഒരാളായ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ആ രൂപത്തിൽ എന്തെല്ലാം കഷ്ടതകളും വിഷമങ്ങളും പ്രവാചകരോടൊപ്പം അവരും അനുഭവിച്ചുകൊണ്ടാണ് ഈ ദീനിനെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവർ പോയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബാക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആദ്യം അവർക്ക് പരാജയം സംഭവിച്ചു. ആ സമയത്ത് ഒരുപാട് ശത്രുക്കളുടെ അമ്പേറുകളും അതുപോലെ തന്നെ ആയുധപ്പെരുമാറ്റങ്ങളും പ്രവാചകന്റെ നേരെ വന്നപ്പോൾ അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിൻ്റെ പുറം പ്രവാചകന്റെ നേരെ ഒരു മതിലായി, അതല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചമായി അദ്ദേഹത്തിൻ്റെ പുറമാണ് വെച്ചു കൊടുത്തത്. മാത്രമല്ല അതിലിങ്ങനെ തുരുതുരാ അമ്പുകൾ വന്ന് തറക്കുന്നുണ്ടായിരുന്നു. ആ പുറം അവിടെ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ അമ്പ് വന്ന് തറക്കുന്നത് പ്രവാചകന്റെ ദേഹത്താണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തനിക്ക് വേദനിച്ചാലും താൻ സ്വയം വെയിൽ കൊണ്ടിട്ട് തണലേകും തന്മരം എന്ന് കേട്ടിട്ടില്ലേ? വെയിലിങ്ങനെ മരം കൊള്ളും, എന്നിട്ട് താഴെ നിൽക്കുന്ന ആളുകൾക്ക് തണൽ കൊടുക്കും എന്നതുപോലെ അബൂ ദുജാന ഈ വരുന്ന മുഴുവൻ അമ്പുകളും ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകന്റെ ദേഹത്ത് ഒരു അമ്പ് പോലും തറക്കാതെ അദ്ദേഹം സംരക്ഷിച്ചു നിർത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പരിശോധിക്കുമ്പോൾ ഏകദേശം 80-ലധികം വാളുകളുടെ വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അതുപോലെയുള്ള സഹാബാക്കളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, പടച്ചവനോട് അവർ എന്ത് കരാറാണോ അവർ ചെയ്തിട്ടുള്ളത് അതവർ പരിപൂർണമായും പാലിച്ചു. വമിൻഹും മൻ ഖളാ നഹബഹു, ആ കരാർ പാലിച്ചുകൊണ്ട് നേരത്തെ മരണപ്പെട്ടു പോയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യന്തളിർ, ഇനിയും മരണപ്പെട്ടിട്ടില്ലാത്ത മരണത്തെ കാത്തിരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല,
ഏതൊരു വിഷമകരമായ സാഹചര്യത്തിലും പടച്ചവനോട് എന്ത് കരാറാണോ അവർ ചെയ്തത്, അത് ഒരു മാറ്റവും ഒരു തുരുമ്പും അവർ മാറ്റം വരുത്തിയിട്ടില്ല. ആ പ്രതിജ്ഞയിൽ, ആ കരാറിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇവിടെ ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് വിശദീകരിക്കുന്നത്. ഇതാണ് സഹോദരന്മാരെ ഈ സഹാബാക്കൾ. അതുകൊണ്ട് അവരുടെ ചരിത്രവും അവരുടെ കഥയും അവരുടെ ത്യാഗങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അവർക്കതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ പാത പിന്തുടരുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വാൻ, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഈ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിനും അതിൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനും ജീവനും സമ്പത്തും ചെലവഴിച്ചവരാണ് സഹാബാക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും ഒന്നുപോലും ബാക്കി വെക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായി. പിന്നെ ജയ്ഷുൽ ഉസ്റ, വളരെ പ്രയാസകരമായ സന്ദർഭത്തിൽ യുദ്ധത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട പ്രയാസമേറിയ സന്ദർഭത്തിലെ യുദ്ധം എന്ന് ചരിത്രം പേരിട്ട് വിളിക്കുന്ന ജയ്ഷുൽ ഉസ്റ, തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെട്ട സൈന്യം. ആ സൈന്യത്തിൻ്റെ മുഴുവൻ ചെലവുകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ അവർ ധനം സമർപ്പിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസിൽ ഹിബാല മൻ ശിഅത വഖത ഹിബാല മൻ ശിഅത. നിനക്കെല്ലാ സ്വാതന്ത്ര്യവും, ആരുമായാണോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ധം സ്ഥാപിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് ബന്ധം സ്ഥാപിച്ചോളൂ. ആരൊക്കെയാണോ ആരുമായിട്ടാണോ നിങ്ങൾ ബന്ധം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ സാലിം മൻഷിത്ത ആജി മൻഷിത്ത, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോട് സന്ധി ചെയ്തോളൂ, ആ സന്ധിയിൽ ഞങ്ങളുണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോട് ശത്രുത കാണിച്ചോളൂ, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാകും. വഖുദ് മിൻ അംവാലിനാ മാ ശിഅത, ഞങ്ങളുടെ സമ്പത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എടുത്തോളൂ. ഇതാണ് സഹാബത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ ത്യാഗോജ്വലമായ ചരിത്രവും കഥകളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ഈമാൻ കൂട്ടാനും അവരുടെ സ്വഭാവങ്ങൾ നന്നാക്കാനും നാം പരിശ്രമിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ, അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ സ്വർഗത്തിലെ കവാടങ്ങളിലൂടെയും അദ്ദേഹം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. ഈമാനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഏത് വാതിലാണ് അദ്ദേഹത്തിന് ഇഷ്ടം അതിലൂടെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. 8 വാതിലുകളും അദ്ദേഹത്തിന് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ആ വഴിക്കൊന്നും ശൈത്താൻ ഉണ്ടാവുകയില്ല. അത്രമാത്രം പിശാച് പേടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഏറ്റവും മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ലജ്ജ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധീരതയും അതുപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയും അത് പ്രവാചകൻ നാക്കിലൂടെ വ്യക്തമാക്കുകയാണ്. നാളെ പുലർച്ചെ ഞാൻ എൻ്റെ അനുയായികളിൽ ഒരാൾക്ക് ഈ യുദ്ധത്തിന് നേതൃത്വം ഏൽപ്പിക്കും, പതാക കൊടുക്കും. യുഹിബ്ബുല്ലാഹ വ റസൂലഹു, ആ മനുഷ്യൻ്റെ പ്രത്യേകത അയാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. ഇത് ഒരു സർട്ടിഫിക്കറ്റ് പറയാണ്. രോഗിയായി കിടക്കുന്ന അലി ഇബ്നു അബീ താലിബ് ആ സമയത്ത് ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. നബി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ രോഗം മാറി. എന്നിട്ട് അദ്ദേഹത്തിന് പതാക കൊടുത്തു. അത് ഞാനാകട്ടെ എന്നെല്ലാവരും കൊതിച്ചു നിൽക്കുകയായിരുന്നു. എന്താ കാരണം? അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ പതാക ഏൽപ്പിക്കും
എന്നാണല്ലോ റസൂൽ പറഞ്ഞത്. അത് ഞാനായെങ്കിൽ എന്ന് ഉമർ കാത്തിരിക്കുന്നു, അത് ഞാനായെങ്കിൽ എന്ന് മറ്റു പല സഹാബാക്കളും കാത്തിരിക്കുന്നു. പക്ഷേ നബി പേരെടുത്ത് വിളിച്ചത് അലിയിനെയാണ്. അലി എവിടെ എന്നാണ് ചോദിച്ചത്. അലിയിനെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്. ഖൈബർ യുദ്ധത്തിൻ്റെ ആ മഹാവിജയത്തിൻ്റെ നേതൃത്വം അത് അലി ഇബ്നു അബി താലിബിനായിരുന്നു. ഇങ്ങനെയുള്ള വളരെയധികം അവിസ്മരണീയമായ ചരിത്രങ്ങളുടെ ഉടമസ്ഥന്മാരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നത് ഇബാദത്താണ്, അവരെ ഇഷ്ടപ്പെടുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഒരു സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത്? അനിസാ, എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അവസാനം എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുന്ന ദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ അവസാനിക്കുന്ന സമയം അറിയണമല്ലേ? എന്താണ് ആ സമയത്തേക്ക് നീ ഒരുക്കി വെച്ചത്? എന്താണ് പ്രിപ്പയർഡാക്കി വെച്ചത്? ആ ഭയാനകമായ സമയത്തെ നേരിടാൻ നീ എന്താണ് ഒരുക്കി വെച്ചത്? മാദാ അഅദത്തലഹ ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ശൈ, എൻ്റെ കയ്യിൽ ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇല്ല അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും. അഥവാ നീ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, ആ പ്രവാചകനോടൊപ്പം നീ സ്വർഗത്തിലുണ്ടാകും. മറ്റൊരു അധ്വാനവും ഇല്ലെങ്കിലും നിന്റെ ആ മഹബത്ത്, പ്രവാചകനോടുള്ള കൂറ്, ആ സ്നേഹം, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്നർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഫരിഹന ബിശൈഇൻ ഫരിഹന ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ സ്വർഗത്തിൽ എന്ന് ആ പ്രവാചകൻ പറഞ്ഞ വാക്ക്, അതിനോളം ഞങ്ങൾക്ക് വിലപ്പെട്ട, അതിനോടൊപ്പം അമൂല്യമായ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം ആഹ്ലാദിച്ചു, അങ്ങേയറ്റം സന്തോഷിച്ചു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഅന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, എനിക്ക് പ്രവാചകരോട് ഇഷ്ടമാണ്. അബൂബക്കർ, അബൂബക്കറിനോട് ഇഷ്ടമാണ്. ഉമർ, ഉമറിനോട് ഇഷ്ടമാണ്. അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, ഇവരെല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്ന കാരണത്താൽ അവരോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഇല്ലം അമൽ ബിമിസ്ലി അമാലിഹിം, അവരൊന്നും ചെയ്തതുപോലെ അത്ര വലിയ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടുള്ള സ്നേഹം എന്നെ സ്വർഗത്തിലെത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ അവരുടെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. അത് മനസ്സിലാക്കി ഇസ്ലാമിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയും ഈമാനിന് വേണ്ടിയും ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ത്യാഗം തന്നെയെങ്കിലും വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് നമ്മൾ പരിശോധിക്കണം. എവിടെയെങ്കിലും ഒരാക്ഷേപത്തിന് കാരണമാകും എന്ന് ഭയപ്പെട്ട് സത്യം മൂടിവെക്കുന്ന ആളുകളാകരുത് നമ്മൾ. സത്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരും അതിൻ്റെ പ്രബോധകരും അതിൻ്റെ പ്രചാരകരുമാകണം. ഏതെങ്കിലും ഭൗതികമായ ചെറിയ താല്പര്യങ്ങൾ, ആ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യം മൂടിവെക്കുന്നവരാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഉറച്ച ഈമാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد